അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 23 വ്യാഴാഴ്ച. ശ്രീനാരായണ ഗുരു മനുഷ്യത്വം പറഞ്ഞു തന്ന ഗുരുവാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജാതിക്കും മതത്തിനുമെതിരായി ഗുരു എടുത്ത നിലപാടുകൾ നിർണായകമാണെന്നും ആധുനിക കാലത്തും ഗുരുദർശനങ്ങൾ പ്രസക്തമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ശിവഗിരിയിൽ മഹാസമാധിയുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു സമ്മേളനം. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അടക്കം പങ്കെടുത്തു. 2024 രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് നടപടികൾ തുടങ്ങിയത്. ഒമാൻ സന്ദർശനത്തിലായതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവും പരിപാടിയിൽ പങ്കെടുത്തില്ല. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട DYSPയോട് പാലക്കാട് SP വിശദീകരണം തേടി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകും. ആലത്തൂർ DYSP R മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഇട്ടത്. ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നുവെന്ന് DYSPയുടെ വിശദീകരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ. ഇന്നലെ രാത്രി 10 മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ആരായാലും അറസ്റ്റ് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ആഗ്രഹപ്രകാരം ഇപ്പോഴത്തെ ബോർഡ് പ്രവർത്തിച്ചിട്ടില്ലെന്നും മുരാരി ബാബു മാത്രമല്ല ഇതിൽപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നും അപ്പോൾ മാത്രമേ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പുറത്തുവരികയുള്ളൂവെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം 27-ന് തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇതിനായി 812 കോടി രൂപയോളം അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി. നാളെ വൈകിട്ട് മസ്കറ്റിലും ശനിയാഴ്ച വൈകിട്ട് സലാലയിലും മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യും. 26 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി മസ്കറ്റിലെത്തുന്നത്. ഇതിനു മുൻപ് 1999 EK നായനാറാണ് അവസാനമായി മസ്കറ്റ് സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി. വയനാട് തിരുനെല്ലി സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയിൽ പ്രതികരിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. വിഷയത്തിൽ മന്ത്രി OR കേളുവിന് പ്രിയങ്ക ഗാന്ധി കത്തയച്ചു. അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വിദ്യാർത്ഥികളാണ് മനുഷ്യരെ നാണിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ കഴിയുന്നതെന്നും മോശം സാഹചര്യത്തിൽ കുട്ടികൾക്ക് താമസിക്കേണ്ടി വന്നത് ദൗർഭാഗ്യകരമാണെന്നും പ്രിയങ്ക പറഞ്ഞു. വിദ്യാർത്ഥികളെ ആറളത്തേക്ക് മാറ്റുന്നത് ആശങ്കാജനകമെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. കോഴിക്കോട് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചയാളെ തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ AI ടൂളിന്റെ ആവശ്യമില്ലെന്ന് ഷാഫി പറമ്പിൽ MP. അന്നേ ദിവസം തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16-ന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്നും വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യസന്ദർശകനാണ് ഇയാളെന്നും ഷാഫി പറഞ്ഞു. ഷാഫി പറമ്പിൽ MPയെ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് CI അഭിലാഷ് ഡേവിഡ്.
UDF പ്രവർത്തകരുള്ള സ്ഥലത്തായിരുന്നില്ല തനിക്ക് ഡ്യൂട്ടിയെന്നും CPM പ്രവർത്തകർ സംഘടിപ്പിച്ച പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനു സമീപത്തായിരുന്നു താൻ ഉണ്ടായിരുന്നതെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു. തന്നെ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സസ്പെൻഷൻ നടപടി മാത്രമാണ് ഉണ്ടായതെന്നും അതിനുശേഷം സർവീസിൽ തിരിച്ചെടുത്തുവെന്നും CI അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. കാൽനടയാത്രക്കാരുടെ സുരക്ഷയിലും പാർക്കിംഗ് മര്യാദകളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണം. മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉദ്യോഗാർത്ഥികളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ MVD പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. CPM നേതാവ് PJ ജോൺസൺ കോൺഗ്രസിൽ ചേർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് നടപടി നേരിട്ട CPM നേതാവാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗവും SFI മുൻ ജില്ലാ പ്രസിഡന്റുമായ PJ ജോൺസൺ. മന്ത്രി എന്നല്ല MLA ആയിരിക്കാൻ പോലും വീണ ജോർജിന് യോഗ്യതയില്ലെന്നായിരുന്നു ജോൺസന്റെ പോസ്റ്റ്. ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തിയ കൊല്ലത്തെ വ്യാപാരി വ്യവസായി സമിതിക്കെതിരെ ജില്ലാ ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ കേസ്. CPM ആഭിമുഖ്യത്തിലുള്ള സംഘടനയാണിത്. സംഘടനാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസിലാണ് കേസെടുത്തത്. മഹാ ഓണം ബമ്പർ എന്ന പേരിലാണ് ലോട്ടറി അടിച്ചത്. ഇത് യഥാർത്ഥ ബമ്പർ എന്ന് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് FIRൽ പറയുന്നു. റെസ്റ്റോറന്റുകളിലെ GST തട്ടിപ്പ് കണ്ടെത്താൻ ഓപ്പറേഷൻ ഹണി ഡ്യൂക്സ് എന്ന പേരിൽ 41 റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി. കൊച്ചിയിൽ 9 ഇടങ്ങളിലായാണ് പരിശോധന നടന്നത്. സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയും വരുമാനം കുറച്ചു കാണിച്ചും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പാണ് സംസ്ഥാന വ്യാപകമായി കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെയാണ് പൂർത്തീകരിച്ചത്. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടന്ന സദാചാര ആക്രമണത്തിൽ നിയമ നടപടിയുമായി കേരള ലളിതകലാ അക്കാദമി. ഫ്രഞ്ച് കലാകാരിയായ ഹനാൻ ബനാമറിന്റെ ഇൻസ്റ്റലേഷൻ മലയാളി കലാകാരനായ ഹോച്ചിമിനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. ഇൻസ്റ്റലേഷനിൽ അശ്ലീല ഉള്ളടക്കമുണ്ടെന്നാരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായിരുന്നു മലയാളി കലാകാരനായ ഹോച്ചിമിന്റെ ആക്രമണം. എന്നാൽ മുന്നറിയിപ്പോടെയായിരുന്നു പ്രദർശനമെന്നാണ് ഉള്ളടക്കത്തിൽ അശ്ലീലമുണ്ടെന്ന ആരോപണത്തിന് ലളിതകലാ അക്കാദമിയുടെ മറുപടി. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ മഴ കനക്കാൻ സാധ്യത. തുടർന്ന് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിൽ നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി സംഘർഷത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ആക്രമണം നടന്ന് 2 ദിവസമായിട്ടും പോലീസിന് ആരെയും പിടികൂടാനായിട്ടില്ല. സമരസമിതി നേതാക്കൾ അടക്കം ഒളിവിലാണ്. സംഭവത്തിൽ 30 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വധശ്രമ കുറ്റമാണ്. കോഴിക്കോട് ജില്ലയിൽ ചിക്കൻ മാലിന്യം സംസ്കരിക്കാനുള്ളത് താമരശ്ശേരിയിൽ ഏക കേന്ദ്രം മാത്രമാണിത്. ഫ്രഷ് കട്ട് സംസ്കരണ കേന്ദ്രത്തിന്റെ ശേഷി 30 ടൺ മാത്രമാണ്. എന്നാൽ ഫ്രഷ് കട്ട് ദിവസവും 100 ടൺ മാലിന്യമാണ് ശേഖരിക്കുന്നത്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് NM വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. IC ബാലകൃഷ്ണൻ MLA 1-ാം പ്രതി, മുൻ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ 2-ാം പ്രതി, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവർ 3ഉം 4ഉം പ്രതികൾ എന്നിങ്ങനെയാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നൽകിയിട്ടുള്ളത്. പ്രശസ്ത സംഘടനാ സംവിധായകൻ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി ഒട്ടേറെ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ദില്ലിയിൽ പോലീസും ഗുണ്ടാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ. ബീഹാറിലെ ഗുണ്ടാ സംഘ തലവൻ ഉൾപ്പെടെ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ഗുണ്ടാ തലവൻ രഞ്ജൻ പഥക്കിന്റെ സംഘത്തിലുള്ളവരാണ് കൊല്ലപ്പെട്ടത്. ദില്ലി രോഹിണിയിൽ പുലർച്ചെ 2:30-ഓടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വായുമലിനീകരണത്തിന് പിന്നാലെ ആശങ്കയായി ദില്ലിയിൽ യമുന നദിയിൽ വിഷപ്പതയും ഉയരുന്നു. ഛഠ് പൂജ നടക്കാനിരിക്കെ രാസവസ്തു തളിച്ച് പത നശിപ്പിക്കാൻ പ്രത്യേക ദൗത്യം തുടങ്ങിയിരിക്കുകയാണെന്ന് ദില്ലി സർക്കാർ അറിയിച്ചു. എന്നാൽ താൽക്കാലിക നടപടി കൊണ്ടൊന്നും ഒരു ഫലവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഛഠ് പൂജയ്ക്ക് ഭക്തർ മുങ്ങാനെത്തുന്ന 17 ഇടങ്ങളിലും ഇങ്ങനെ പത നശിപ്പിക്കാൻ ദില്ലി സർക്കാർ ബോട്ടുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫ്രോത്ത് സപ്രഷൻ ഡ്രൈവ് എന്നാണ് ദൗത്യത്തിന്റെ പേര്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് മഹാഗഠ്ബന്ധൻ സഖ്യത്തിന്റെ സംയുക്ത സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. വികാശിയിൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹാനിയാണ് മുന്നണിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതേസമയം പത്രസമ്മേളനത്തിന്റെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി തേജസ്വിയെ മാത്രം ഉൾപ്പെടുത്തിയതും വിവാദമായി. പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വെട്ടിയതിൽ പരിഹാസവുമായി BJPയും രംഗത്തെത്തി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം റഷ്യയുടെ 2 വലിയ എണ്ണ കമ്പനികൾക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. യുക്രൈൻ ചർച്ചകളിൽ വ്ളാഡിമിർ പുടിൻ നേരും നെറിയും കാണിച്ചില്ലെന്ന് വിലയിരുത്തിയാണ് ട്രംപ് കടുത്ത നടപടികളിലേക്ക് കടന്നതെന്ന് US ട്രഷറി സെക്രട്ടറി പറഞ്ഞു. ട്രംപ് പുടിൻ ഉച്ചകോടി ബുഡാപെസ്റ്റിൽ വെച്ച് നടത്താനുള്ള തീരുമാനം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് ഈ ഉപരോധം. ആസിയാൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തില്ല. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ താൻ മലേഷ്യയിലെ ക്വാലാലംപൂരിലേക്ക് പോകില്ലെന്ന് പ്രധാനമന്ത്രി Xൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചു. പകരം വെർച്വലായി പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. USഉം യൂറോപ്പും റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. റഷ്യൻ എണ്ണയുടെ രാജ്യത്തെ പ്രധാന സ്വകാര്യ ഉപഭോക്താക്കളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കുന്നതിനോ പൂർണ്ണമായും നിർത്തുന്നതിനോ ആലോചിക്കുന്നതായി 2 റിഫൈനറി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കെടുതികളിൽ നിന്ന് ലോകത്ത് ഒരു രാജ്യവും സുരക്ഷിതമല്ല എന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ മുന്നറിയിപ്പ്. ജീവനും സമ്പദ് വ്യവസ്ഥയ്ക്കും സംരക്ഷണം നൽകാൻ അതിവേഗ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് ലോക കാലാവസ്ഥാ സംഘടനയുടെ യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ ദുരന്തങ്ങളെ നേരിടാനുള്ള മുന്നറിയിപ്പുകൾ വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുക, നിരീക്ഷണ ശൃംഖലകളും ഡാറ്റ കൈമാറ്റവും വിപുലീകരിക്കുക, ആഗോള പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് യോഗം അടിവരയിട്ട് പറഞ്ഞത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.